The circuit impedance being either minimum or maximum at a particular frequency. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് റെസൊണൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂള് ഉള്ളത്. അതായത് ഹാഫ് പോർഷൻ റെസൊണൻസും പിന്നത്തെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് 3 ഫേസ് സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ഒരു റെസൊണൻസ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലത്തെ റെസൊണൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അവിടെ പാസീവ് എലിമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്റ്റീവ് എലിമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോ ഈ പാസീവ് എലിമെന്റ്സും ആക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, അതായത് സർക്യൂട്ടിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ പാസീവ് എലിമെന്റ്സും ആക്റ്റീവ് എലിമെന്റ്സും ഉപയോഗിക്കുന്നത്. അപ്പോ കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഈ ഒരു സർക്യൂട്ടിലത്തെ when the current or voltage in the circuit is maximum or minimum, അതായത് ഈ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് മാക്സിമം ആവുക അല്ലെങ്കിൽ മിനിമം ആവുക വിത്ത് റെസ്പെക്ട് ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സൈറ്റേഷൻ അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറന്റ് അല്ലെങ്കിൽ മാക്സിമമോ മിനിമമോ ആവുമ്പോ ആ സർക്യൂട്ട് ഇംപെഡൻസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് സർക്യൂട്ട് ഇംപെഡൻസും എന്താവും? മാക്സിമം അല്ലെങ്കിൽ മിനിമം ആകും. അതാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റെസൊണൻസ് മീൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ്, കൺസിസ്റ്റ് ഓഫ് ഒരു സർക്യൂട്ടിൽ പോകുന്ന കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് അത് മാക്സിമമോ മിനിമമോ ആവും വിത്ത് റെസ്പെക്ട് ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സൈറ്റേഷൻ അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. അപ്പോ ആ സർക്യൂട്ട് ഇംപെഡൻസ്, അവിടെ ഉണ്ടാകുന്ന സർക്യൂട്ട് ഇംപെഡൻസ് എന്തായിരിക്കും? ഐദർ മിനിമം അല്ലെങ്കിൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, അതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. നമുക്ക് റെസൊണൻസ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സീരീസ് റെസൊണൻസും ഒന്ന് പാരലൽ റെസൊണൻസും ആണ് ഉള്ളത്. റെസൊണൻസ് മനസ്സിലായോ? എന്താ കാര്യം എന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സീരീസ് റെസൊണൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതുവോ? ആരെങ്കിലും ഒരാളൊന്ന് റിപ്ലൈ തരുമോ? റിപ്ലൈ തന്നില്ലെങ്കിൽ എന്താണ്? ഓക്കെ, അതായത് റെസൊണൻസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മൊഡ്യൂൾ 2 തുടങ്ങുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് റെസൊണൻസ് ആണ്. ഹാഫ് പോർഷൻ റെസൊണൻസും പിന്നെ 3 ഫേസും ആണ് പറയുന്നത്. അപ്പൊ റെസൊണൻസ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. റെസൊണൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് കൺസിസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാ? ഒരു പാസീവ് എലിമെന്റ്സ് ഉണ്ടായിരിക്കും, ഒരു ആക്റ്റീവ് എലിമെന്റ്സും ഒരു സർക്യൂട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോ ഈ പാസീവ് എലിമെന്റ്സും ആക്റ്റീവ് എലിമെന്റ്സും ഒരു സർക്യൂട്ടിന്റെ പർട്ടിക്കുലർ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ സർക്യൂട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, ആ സർക്യൂട്ടിലുള്ള പാസീവ് എലിമെന്റ്സും ആക്റ്റീവ് എലിമെന്റ്സ് ആയിരിക്കും ആ സർക്യൂട്ടിന്റെ പർട്ടിക്കുലർ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഒരു കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ്, ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് മാക്സിമം ആകുക മിനിമം ആകുക എന്ന് പറയുന്നത് എപ്പോഴാണ്? അവിടെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു എക്സൈറ്റേഷൻ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ആകുന്നത്. അപ്പോ ആ സമയത്ത് ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഇംപെഡൻസ് എന്തായിരിക്കും? മാക്സിമമോ മിനിമമോ ആകാം അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. അതാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ്. ഓക്കെ, സോ റെസൊണൻസിന്റെ ഒരു നോട്ട് ഉണ്ട്. അത് പറഞ്ഞു തരുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവളുടെ കൈകൾക്ക് വസ്തുക്കളിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് അവൾ കരുതി. തുടർന്ന് അവൾ കാറിനുള്ളിൽ നേരിട്ടിരുന്നു. അവൾ തന്റെ ശക്തികളെ കുറിച്ച് കൂട്ടുകാരുമായി പങ്കുവച്ചെങ്കിലും അവൾക്ക് അവളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ താമസിയാതെ സ്ത്രീയുടെ വീട്ടിൽ അവർ അവളെ പൂർണ്ണമായും അവതരിക്കുകയും അവളുടെ സാധനങ്ങൾക്കിടയിൽ തിരയുകയും ചെയ്തു. ഒരു
consist of passive and active elements that represent എന്താണ് പതുക്കനെ പോണം electrical circuit consist of passive and active elements that represents a particular state of circuit, when the current or voltage in the circuit is maximum or minimum with respect to the magnitude of excitation at a particular frequency. The circuit impedance being either minimum or maximum at particular frequency. Okay, so this is resonance. After that നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നെറ്റിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നപ്പോ ഒരു PDF അയച്ചിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് റെസൊണൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അയച്ചിട്ടുള്ള ഒരു PDF ഉണ്ട്, അതിൽ ലാസ്റ്റ് പോർഷൻ ആയിട്ടായിരിക്കും റെസൊണൻസിന്റെ ഭാഗം കാണുക. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് ഇക്വാലൻസ് ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ആണ് ഈ Z എന്ന് പറയുന്നത്. ഈ നോട്ട് ഒന്ന് നിങ്ങൾ വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, നോട്ടിൽ എഴുതി വെക്കണം. Z is equal to equivalent impedance of the circuit. Then Z നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ടേം ആണ് R plus j omega L plus 1 by j omega C എന്ന് പറയുന്നത്. അതായത് Z എന്ന് പറയുന്നത് ഇംപിഡൻസ് ഇമാജിനറി പാർട്ടിന്റെ ഫോമിൽ നമ്മൾ എഴുതുന്നതാണ് ഇത്. അതായത് R plus j omega L plus 1 by j omega C. Again ആ 1 by j omega C യിലെ j മേലോട്ട് പോകുമ്പോൾ അവിടെ മൈനസ് വരും. അങ്ങനെയാണ് R plus j omega L minus j divided by omega C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി Z is equal to R plus j എന്ന് പറയുന്നത് കോമൺ ടേമിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ഒമേഗ എല്ലിനെ നമ്മൾ XL ആയിട്ട് ഡിനോട്ട് ചെയ്തു. മൈനസ് 1 by omega C നെ XC ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണ് Z ന്റെ ഇക്വേഷൻ വന്നിരിക്കുന്നത്. അവിടെ താഴെ എഴുതിയിട്ടുണ്ട് XL is equal to omega L, XC is equal to 1 by omega C എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്.
സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഡിനെ ആർ പ്ലസ് ജെ എക്സ് എന്ന് പറയുന്ന ടേമിലോട്ട് മാറ്റി എഴുതാം. അതായത് എക്സ് എന്ന് പറയുന്നത് എക്സ് എൽ മൈനസ് എക്സ് സി. ഓക്കെ, നെറ്റ് റിയാക്ടൻസ് എന്നാണ് എക്സിനെ വിളിക്കുന്നത്. നെറ്റ് റിയാക്ടൻസ്. ഇവിടം വരെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നെറ്റ് റിയാക്ടൻസ്. ഇനി അടുത്തൊരു ഹാഫ് പോർഷൻ ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് അയക്കാം. അപ്പൊ അതൊന്ന് നോക്ക്.